ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അറിയപ്പെടുന്ന കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ബാലകൃഷ്ണൻ. വെൽക്കം. താങ്ക് യു. ആരോഗ്യം മേഖല എന്ന് പറയുന്നത് ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് നിൽക്കുന്ന ഒരു സമയമാണല്ലോ. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു സംഗതി, പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞപ്പോൾ ഒരു തലത്തിൽ നമ്മളുടെ ഹെൽത്ത് കോൺഷ്യസ്നെസ് വല്ലാതെ കൂടിയിട്ടുണ്ട്. എന്നാൽ മറ്റേ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതൊരു ആശങ്കയായി മാറുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പെരുമാറ്റ രീതി ഇപ്പോൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു സാധാരണ ജനത്തിന് തോന്നുന്നതാണോ അതോ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഡോക്ടറുടെ അനുഭവം ഇത് തന്നെയാണോ? അതിൽ രാജേഷ് ജി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കതിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു ഭാഗമുണ്ട്. ഇൻ്റർവെൻഷൻ, ആരോഗ്യ രംഗത്തെ ഇൻ്റർവെൻഷൻ. ഒരു ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ അറിയപ്പെടുന്നത്. കാരണം കാർഡിയോളജിയിൽ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെയാണ് ഇൻ്റർവെൻഷണലിസ്റ്റ് എന്ന് പറയാം. കോവിഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു ട്രെൻഡ് ചേഞ്ചറായിരുന്നു. എല്ലാ രീതിയിലും അതുവരെ മനുഷ്യൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങളിൽ നിന്നുള്ളൊരു വ്യത്യാസം, മനുഷ്യൻ അനുഭവിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അവൻ്റെ സക്സസ് സ്റ്റോറീസിൽ നിന്നും അവൻ്റെ പരിമിതികളിൽ നിന്നും എല്ലാ കാര്യങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ ഹെൽത്ത് കണ്ടീഷൻസിനെ പറ്റിയുള്ള അവയർനെസ് ആണ് നമുക്ക് എല്ലാം ഒരു വളരെ ഗെയിം ചേഞ്ചറായിരുന്നു അത്. കോവിഡിൻ്റെ സമയത്ത് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും അനുഭവത്തിലുണ്ടാവും. കാരണം അത്രത്തോളം മോർട്ടാലിറ്റി ഉള്ള ഒരു അസുഖമായിരുന്നു അത്. അന്ന് ഡോക്ടർമാരും ആരോഗ്യ സംരക്ഷകരും അനുഭവിച്ച പ്രശ്നങ്ങളുമുണ്ട്. അതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സൊസൈറ്റി അനുഭവിച്ച കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അതൊരു മൈൻഡിലൊരു ചേഞ്ച് വന്നിട്ടുണ്ടാവാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ചെറിയ അസുഖങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ചെറിയ അസുഖം എന്നുള്ള ആദ്യം കണ്ടുപിടിക്കേണ്ടേ എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ. കാരണം ചെറിയ പനിയായിരുന്നു അന്നെല്ലാം ഉണ്ടായിരുന്നത്. പനി വന്ന് ന്യൂമോണിയായി മാറുക, എപ്പോഴാണ് പ്രശ്നം വരിക എന്നറിയില്ല. ഓരോ നിമിഷം നമ്മൾ സാച്ചുറേഷൻ നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ. ചെറിയ ചുമ വന്നു കഴിഞ്ഞാൽ പോലും നമ്മളിത് നോക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ. അപ്പോൾ ഇതൊക്കെ കണ്ട് പരിചയിച്ച് ആ സ്ഥിതിയുമായിട്ട് അഡാപ്റ്റ് ചെയ്ത ഒരു സൊസൈറ്റിക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ വളരെയധികം ഒരു ആങ്സൈറ്റി തോന്നുന്നുണ്ടാവാം. പക്ഷെ അത് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അത്രത്തോളം. പക്ഷേ എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ള കാർഡിയോളജി സൈഡിലൊക്കെ ഇപ്പോഴും അവയർനെസ് കുറവാണ്. ഇപ്പോഴും ചെസ്റ്റ് പെയിനൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ എത്താൻ വൈകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജനറൽ പേഷ്യൻസിന് ഉണ്ടാവായിരിക്കും. ചിലപ്പോൾ ഫീവറായിട്ട് വരുന്ന ഒരു പേഷ്യൻറ്റിന് പെട്ടെന്ന് കൂടുതലായിട്ട് കാണിക്കേണ്ട ആവശ്യം തോന്നുന്നുണ്ടാവും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് എന്നെയൊക്കെ പഠിപ്പിച്ച പ്രൊഫസേഴ്സൊക്കെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളൊന്നും ചെയ്യേണ്ട, പനി വെറുതെ ഇരുന്നാൽ മതി, 90% അങ്ങനെ മാറും, 99 എന്ന് തന്നെ പറയാം, നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, കൂടുതൽ ചെയ്തൊരു പ്രശ്നം ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി എന്നാണ് പറയുക. നമ്മൾ ആദ്യം പഠിക്കുന്നൊരു കാര്യം തന്നെ പ്രൈമം നോൺ നസീർ എന്നാണ്. ഹിപ്പോക്രാറ്റ്സിൻ്റെ ഓത്തിലുള്ളൊരു സാധനമാണ്. പണ്ട് പറഞ്ഞ കാര്യമാണ്. എന്നുവെച്ചാൽ പ്രൈമം നോൺ നസീർ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടും മനസ്സിലാക്കുന്ന പ്രൈമം നോൺ നെവർ നസീർ ക്രിയേറ്റ് എനി ഡാമേജ്. അത് ഒരു ഫിസിഷ്യന് വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ്. നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും, നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒരു പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ അതായത് റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് എന്നാണ് നമ്മളിതിന് പറയുക മോഡേൺ മെഡിസിനിൽ. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ഇൻ്റർവെൻഷൻ ആണെങ്കിലും, അതൊരു മരുന്ന് കൊടുക്കലാവാം, ഒരു സർജറി ചെയ്യലാവാം, ഒരു പുതിയ തരം മരുന്ന് കൊടുക്കലാവാം, വാക്സിൻ ആവാം, അങ്ങനെ ഏത് തരം ഒരു കാര്യം ചെയ്യുമ്പോഴും ഒരു ഡോക്ടറുടെ മനസ്സിലൂടെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് കൊടുത്താലുള്ള റിസ്ക് എത്ര, ഇത് കൊടുത്തുകൊണ്ട് പേഷ്യന് കിട്ടുന്ന ബെനിഫിറ്റ് എത്ര. ഈ റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് നമ്മൾ അസസ് ചെയ്ത് ഒരു ത്രാസിലിട്ട് അളക്കുന്ന പോലെ തന്നെയാണ് ഒരു ഡോക്ടർ മനസ്സിൽ കൂടി പോകുന്നത്. ഇതിന് നമുക്ക് വേണ്ടി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസ് ഇതിനു വേണ്ടി നടത്തുന്നത്. സ്റ്റഡീസ് നടത്താത്ത ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. അതാണ് മോഡേൺ മെഡിസിൻ്റെ ആദ്യത്തെ സ്ട്രക്ചറിൽ വരുന്ന കാര്യം തന്നെ. ആ സ്റ്റെപ്പ് കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അറിയാത്ത കാര്യം നമ്മൾ ചെയ്യരുത്. അത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണെന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അറിയുന്ന കാര്യങ്ങളിൽ നമുക്ക് വിവരം വെച്ചുകൊണ്ട് ഇതിൻ്റെ റിസ്ക് വളരെ കുറവാണ്, ബെനിഫിറ്റ് വളരെ കൂടുതലാണെന്ന് തോന്നുമ്പോൾ അതിന് ക്ലാസ് 1 ഇൻഡിക്കേഷൻ നമ്മൾ പറയും. എന്ത് കാര്യം ചെയ്യുമ്പോഴും ക്ലാസ് 1 ഇൻഡിക്കേഷനിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ ഡോക്ടർ ചെയ്തേ പറ്റുള്ളൂ. കാരണം അത് ബെനിഫിറ്റ് അത്രയും കൂടുതലാണ്. ആ ക്ലാസ് കുറഞ്ഞ് 2, 2A, 2B, 3 3 കഴിഞ്ഞ് ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം റിസ്ക് കൂടുതലാണ്.
അപ്പോൾ ഈ ഒരു വേയിങ് പ്രോസസ്സ് നടന്നതിന് ശേഷമാണ് ഓരോ കാര്യത്തിലും ഇൻ്റർഫറൻസ് വരുന്നത്, ഒരു മെഡിക്കൽ ഇൻ്റർഫറൻസ് വരുന്നത്. അങ്ങനെ ആയിരിക്കണം. എല്ലായ്പ്പോഴും അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കൂടെ അല്ലാതെയും വന്നിട്ടുണ്ടാവാം. പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും സാധാരണ രീതിയിൽ ഒരു ഡോക്ടർ മനസ്സിൽ കൂടി പോകുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്. ഈ റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് അസസ്മെൻറ്റ് നടത്തുന്നവരെയും നമുക്കറിയില്ല ഇത് എത്രത്തോളം വലുതാണെന്നുള്ളത്. ചിലപ്പോൾ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടാന്ന് വരാം. നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരു ഇൻ്റർവെൻഷൻ വേണ്ടാതെ തന്നെ അത് പനിയും പോയി എന്ന് വരാം. ഒരു പനിയെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ അത് നേരെ അങ്ങേയറ്റം പോയി എന്ന് വരാം. അപ്പോൾ ഈ ഒരു സാധനം, ഈ ഒരു ചേഞ്ചർ, കോവിഡ് എന്ന് പറഞ്ഞ സാധനം ഒരു ഗെയിം ചേഞ്ചറായിട്ട് അവിടെ പ്രവർത്തിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് അത്തരം കാര്യങ്ങൾ ചെറിയ പ്രശ്നങ്ങളുണ്ടാവാം. കൂടുതൽ ഫീവറൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ പെട്ടെന്ന് വന്ന് കാണിക്കുന്നുണ്ടാവും. അത് എനിക്ക് വലിയ പരിചയമില്ല, കാരണം കാർഡിയോളജി എന്നുള്ള രീതിയിൽ എനിക്ക് വലിയ അതിൻ്റെ മുകളിൽ വലിയ ഇമ്പാക്റ്റ് വരുന്നില്ല. പക്ഷേ സാധാരണ ഒരു ഫിസിഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടായിന്ന് വരാം. ഈ റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന പലതിൻ്റെയും ഈ ഡോക്ടേഴ്സിന് പ്രത്യേകിച്ചും ഹോസ്പിറ്റൽസിന് റിസ്ക് എലമെൻറ്റ് കുറച്ചധികം കൂടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? ആ പറഞ്ഞ റിസ്ക് വേറെ ആണെങ്കിലും ഈ കണക്റ്റഡ് റിസ്കിലേക്ക് വരുമ്പോൾ പല എൻ്റെ ഡോക്ടർ സുഹൃത്തുക്കൾ തന്നെ വളരെയധികം ആശങ്ക പങ്കുവയ്ക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അങ്ങനത്തെ അനുഭവങ്ങൾ ഡോക്ടർക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഈ നടക്കുന്നതിനെ കുറിച്ചിട്ട് എന്താണ് പൊതുവെ ഡോക്ടർമാരുടെ ഇടയിലുള്ളതും വ്യക്തിപരമായിട്ട് എന്താണ് അഭിപ്രായം? ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു സെൻസേഷണൽ റിപ്പോർട്ടിംഗ് എന്ന് തന്നെ ഞാൻ പറയട്ടെ, അത് സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, അത് പല മീഡിയസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അത് സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ റിസ്ക് വേറെയാണ്, പക്ഷേ ഈ ഒരു റിസ്കിലേക്ക് ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോലും റിസ്ക് എന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുക. ജീവിക്കുന്ന റിസ്ക്കാന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു റിസ്ക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം പല പുതിയ കുട്ടികളും, ഞാൻ തന്നെ എൻ്റെ മക്കളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടുപേരും അവസാനം മെഡിസിൻ തന്നെ എടുത്തത്, ഞാൻ അവരെ മാക്സിമം നിരുത്സാഹപ്പെടുത്താൻ നോക്കിയതാണ് ഈ കാര്യത്തിൽ. കാരണം അങ്ങോട്ട് നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ടാണെങ്കിലും കേരളത്തിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും പ്രത്യേകിച്ചും ഒരു വളരെ ടർബുലൻ്റ് ആയിട്ടുള്ള ഫേസ് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മോഡേൺ മെഡിസിൻ. അതിൻ്റെ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവെയർനെസ് റോങ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു സൊസൈറ്റിയിലേക്ക് എത്തുന്ന അവെയർനെസ് മെഡിസിനെ സംബന്ധിച്ചിടത്തോളം, മോഡേൺ മെഡിസിനെ സംബന്ധിച്ചിടത്തോളം എത്തുന്ന അവെയർനെസ് വളരെ ഡിസ്റ്റോർട്ടഡ് ആണ്. നേരിച്ച് തെറ്റായ രീതിയിലാണ് എത്തുന്നത്. അതായത് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അത് പല പല അജണ്ടാസും ബാക്കിൽ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സിസ്റ്റം തന്നെ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ ഫാർമ നെക്സസ്, ഇൻഡസ്ട്രി നെക്സസ്, ഇങ്ങനെ ഒരുപാട്, ഇതൊക്കെ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ചെറിയ രീതിയിൽ ഉണ്ടായെന്ന് വരാം. പക്ഷേ ഔട്ട് ഓഫ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ബ്ലോ ചെയ്ത് ഒരു വളരെ മാരകമായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുത്തി വെച്ചിരിക്കുകയാണ് കേരളത്തിൽ. അതിൻ്റെ ഭാഗമായിട്ട് ഈ റിയാക്ഷൻ ലെവൽ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. സൊസൈറ്റിയുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുമ്പോഴേക്കും, ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും പ്രശ്നങ്ങൾ വരാത്ത ഒരു ഏരിയ ഇല്ല. ഇപ്പം നമ്മൾ ഏത് സൊസൈറ്റിയുടെ ഏത് ഏരിയ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വരാത്ത ഒരു ഏരിയ ഇല്ല. കാരണം മനുഷ്യൻ ടു എറർ ഈസ് ഹ്യൂമൻ എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരാത്ത ഡോക്ടർമാരും ഉണ്ടാവില്ല. ചില തെറ്റുകളൊക്കെ വരും, ഹ്യൂമൻലി പോസിബിൾ എറേഴ്സ് ആണത്. പക്ഷെ അതൊക്കെ ഔട്ട് ഓഫ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ബ്ലോ ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റിയിലേക്ക് എത്തുന്ന സാധനം വളരെ വളരെ ഒരു ഒരു ബോംബ് ബ്ലാസ്റ്റ് പോലെയുള്ള ഒരു സാധനമായിട്ടായിരിക്കും എത്തുന്നത്. ഇന്നത്തെ സിറ്റുവേഷൻ അവിടെയാണ്. അപ്പോൾ ഓരോ ചെറിയ ഇൻസിഡൻറ്റിന് പോലും ഏതിനെ ഞാൻ റിയാക്ട് ചെയ്യണം, ഞാൻ റിയാക്ട് ചെയ്യേണ്ട ഏത് രീതിയിലായിരിക്കണം എന്ന് സൊസൈറ്റിയിൽ ഓരോരുത്തർക്കും കിട്ടുന്ന അവെയർനെസ് വേറൊരു തലത്തിലാണ്. അതായത് ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും ഓവർ റിയാക്ട് ചെയ്യുക, വലിയ പ്രശ്നത്തിന് റിയാക്ട് ചെയ്യേണ്ട രീതി മാറിപ്പോവുക, ഹെൽത്ത് കെയർ വർക്കേഴ്സിനെയും മാൻ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ വേറൊരു ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു സിനാരിയോയിലേക്കാണ് കേരളത്തിനെ കൊണ്ടുവന്നത്. അതെന്തുകൊണ്ടാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഒന്ന്, കേരളത്തിൻ്റെ സ്റ്റാൻഡേർഡ്, ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് എടുക്കാം. നമ്മൾ വികസിത രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്താവുന്ന രീതിയിലുള്ള ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് ആണ്
ഹെൽത്ത് ഇൻഡിസസ് ആണുള്ളത്. അത് ശരി. ഇപ്പോൾ മെറ്റേണൽ മോർട്ടാലിറ്റി ആവട്ടെ, ഉം. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ആവട്ടെ, അതായത് പ്രസവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫൻറ്റിൻ്റെ മോർട്ടാലിറ്റി, ഉം. കുട്ടികളുടെ മോർട്ടാലിറ്റി, അതല്ലെങ്കിൽ അമ്മയുടെ മോർട്ടാലിറ്റി, ഇതൊക്കെ വികസിത രാജ്യങ്ങളെക്കാളും ഒരു തലം മുന്നിലാണെന്ന് പറയാം കേരളത്തിൽ. ഇത്രയും നല്ല രീതിയിലുള്ള ഹെൽത്ത് ഇൻഡിസസ് വന്നിട്ടുള്ളത് പല പല കാര്യങ്ങളുണ്ടായിരിക്കും. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം, സൊസൈറ്റിയുടെ ചിന്താഗതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സോഷ്യൽ ഫാബ്രിക് എല്ലാം ഇതിലുണ്ടാവാം. അതുപോലെ തന്നെ വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ ഇതിനുണ്ടാവാം. പക്ഷെ അതേസമയം നമ്മൾ ഇതേ ഡെവലപ്പ് കൺട്രീസിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഓരോ ട്രീറ്റ്മെൻറ്റിനും വേണ്ടിയിട്ടുള്ള ചെലവുകൾ എടുത്തുക്കാം. ഒരു ആൻജിയോപ്ലാസ്റ്റിക്ക് കേരളത്തിൽ ചിലവാകുന്നതിൻ്റെ 10 മടങ്ങെങ്കിലും കൂടുതലാണ് ഒരു ഡെവലപ്പ് കൺട്രീസിൽ വേണ്ടി വരിക. 10 മടങ്ങ് മിനിമമാണ് കേട്ടോ. ഇവിടെ ഒരു 2.5-3 ലക്ഷം വരുന്ന ഒരു ആൻജിയോപ്ലാസ്റ്റിക്ക്, അല്ലെങ്കിൽ 1.5-2 ലക്ഷം വേണ്ടി വരുന്ന ഒരു ആൻജിയോപ്ലാസ്റ്റിക്ക് നമ്മൾ വേറൊരു വെസ്റ്റേൺ കൺട്രി US എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് $3,000 ആണ്. $30,000 ആണ്. $30,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി? 30 lakhs ആയി. അപ്പോൾ 10 times മിനിമം ആണത്. ഇറ്റ് ക്യാൻ ഗോ അപ് ടു 90,000. അപ്പോൾ 90 lakhs വരെ അല്ലെങ്കിൽ 80 lakhs വരെ പോവാം. എന്നാൽ രണ്ടിലും നമ്മൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതില്ലേനു. നമ്മുടെ ഇൻഡിസസ് ആർ ആസ് ഗുഡ് ആസ് വെസ്റ്റേൺ ഇൻഡിസസ്. ഇതാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യം. നമ്മൾ ആ ലെവലിലേക്ക് എത്താനാണോ നോക്കുന്നതെങ്കിൽ നല്ല കാര്യം, അത്രയധികം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിരിക്കണം. നമ്മളിവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ 2-3 മിനിറ്റ് എടുത്ത് ഒരു രോഗിയെ നോക്കുന്നു. സോ പാടില്ല ഒരിക്കലും. അത് നല്ല രീതിയിൽ പരിശോധിക്കണമെങ്കിൽ നല്ല സമയം വേണം. പക്ഷെ അത് ആർക്ക് ചെയ്യാൻ പറ്റും? 100 കൂടുതൽ പേഷ്യൻ്റ് ഉള്ള ഒരു OP-യിൽ എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതെല്ലാം ആലോചിച്ചിട്ട് വേണം നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ കാര്യങ്ങൾക്ക്. സൊസൈറ്റിക്ക് എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് സൊസൈറ്റി തന്നെയാണ്. സൊസൈറ്റി മനസ്സിലാക്കണം, നമുക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വളരെ ചീപ്പായിട്ടുള്ള ഇഫക്റ്റീവായിട്ടുള്ളൊരു സിസ്റ്റം അത് പൊളിച്ചെഴുതണമെങ്കിൽ വളരെ നല്ലത്. പൊളിച്ചെഴുതണം. ഡോക്ടർമാർക്ക് ആർക്കും അതിൽ, എന്നെപ്പോലുള്ള കുറച്ച് ആൾക്കാർക്ക് അതിൽ വിരോധം ഉണ്ടാവുള്ളൂ. ഇന്നത്തെ സജ്ജീകരണം നടന്നു പോകണം എന്നുള്ളതാണ് എന്നെപ്പോലുള്ള ആൾക്കാരുടെ ആവശ്യം. കാരണം എന്താ വെച്ചാൽ ഇത് വളരെ ഇഫക്റ്റീവായിട്ട് ചീപ്പായിട്ടൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം നടന്നു പോകേണ്ടതിൻ്റെ ഒരു ആവശ്യം സൊസൈറ്റിക്ക് തന്നെയാണ് തോന്നുന്നത്. സൊസൈറ്റിക്ക് അത് തോന്നണില്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം നമ്മൾ വിദൂരമില്ലാത്ത കാലത്ത് കാണേണ്ടി വരും. അങ്ങനെ ഈ സൊസൈറ്റീനെ കൊണ്ട് തോന്നിപ്പിക്കാനുള്ള വല്ല അജണ്ടയും ഹിഡൻ അജണ്ടയും നടക്കുന്നുണ്ടാവും. എന്തായിരിക്കും അതിൻ്റെ പിന്നിൽ? ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇൻഡിസിസ് ഒക്കെ നല്ലതാണ്, റിസൾട്ട് നല്ലതാണ്, കോസ്റ്റ് വൈസ് വളരെ ബെനിഫിഷ്യലാണ്. ഇതൊക്കെ ആവുമ്പോഴും ഈ നിലനിൽക്കുന്ന നല്ലൊരു സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ഇങ്ങനെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അങ്ങനെ പ്രത്യേകമായിട്ടുള്ളൊരു അജണ്ട ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? അജണ്ട ഇല്ല എന്നുള്ളത് പറയാൻ ഞാൻ ആളല്ല. ഉണ്ട് എന്ന് പറയണമെങ്കിൽ എനിക്ക് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഇല്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഇത് പൊളിച്ചെഴുത്തിന് കാലമായും തോന്നുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കാം. അതിലേക്ക് ഇതിലും നന്നായിട്ട് ഡെവലപ്പ് കൺട്രീസിന്റെ ലെവലിലേക്ക് കൊണ്ടുപോകണം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവാം. സ്വാഭാവികമായിട്ട് അത് കൊണ്ടുപോകുന്ന ഏരിയ കോസ്റ്റ് ആരെങ്കിലും ഒരാൾ ബെയർ ചെയ്യേണ്ടി വരുമെന്നും കൂടി നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ 3 മിനിറ്റ് കൊണ്ട് കാണുന്ന ഒരു പേഷ്യന്റിനെ 30 മിനിറ്റ് എടുത്ത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ആരെങ്കിലും ഒരാൾ പേ ചെയ്യേണ്ടി വരും. ഈ ടൈമിന് ആരെങ്കിലും പേ ചെയ്യേണ്ടി വരും. 10 രൂപയ്ക്ക് അല്ലെങ്കിൽ 100 രൂപയ്ക്ക് കിട്ടുന്ന ഗ്ലൂക്കോസിന്റെ ടെസ്റ്റ് 1000 രൂപയാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ആരെയും പേ ചെയ്യേണ്ടി വരും. ഈ ടെസ്റ്റുകൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാകട്ടോ. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ രീതിയിലും മുകളിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നല്ല കാര്യമാണ്. നമ്മുടെ ഇത്രയും വലിയൊരു പോപ്പുലേഷൻ ഇത് താങ്ങാൻ പറ്റുമോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. ഇന്ത്യയെ പോലെയുള്ള ഒരു മഹാരാജ്യത്തിന് ഇത്രയും വലിയൊരു ഹെൽത്ത് കോസ്റ്റ്, കാരണം അമേരിക്ക പോലെ ഇന്ന് ഹെൽത്തിന്റെ കൂടുതലാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിരോധത്തിന്റെ കാര്യത്തിലൊന്നല്ല അവരുടെ തകർച്ച വരുന്നത്, ഹെൽത്തിന്റെ കാര്യത്തിലാണ് തകർച്ച നേരിടുന്നത്. അവർ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്, അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരികയെന്ന് അവർ തന്നെ പറയുന്ന കാര്യം ഹെൽത്തിന്റെ മുകളിൽ. കാരണം ഇത്രയും കോസ്റ്റാണ്. അത് ഒന്നുകിൽ സ്വന്തം പേഷ്യന്റ് സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കണം, ഔട്ട് ഓഫ് ദ പോക്കറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ കോമൺ എക്സ്ചക്കർ വരും, ട്രഷറിയിൽ നിന്ന് കൊടുക്കേണ്ടി വരും, അതായത് ഗവൺമെന്റ് സൈഡിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ഇതിൽ ആരെങ്കിലും ഒരാൾ കൊടുക്കാണ്ട് പറ്റില്ലല്ലോ. ഇൻഷുറൻസ് കൊടുക്കുകയാണെങ്കിലും അൾട്ടിമേറ്റ്ലി പ്രീമിയം ആരെങ്കിലും ഒരാൾ കൊടുക്കണം. ഒന്നുകിൽ ഗവൺമെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ 2 പേരും കൂടി കൊടുക്കണം.
അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി ഒരു എക്സ്പെൻഡിച്ചർ വരുന്നുണ്ടല്ലോ. ഉണ്ട്. വേറൊരു ആശങ്ക, പല പ്രൈവറ്റൈസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് കേരളത്തിൽ പ്രത്യേകിച്ച് വന്ന് ഹോസ്പിറ്റലുകൾ വാങ്ങുന്നു, ഷെയർസ് വാങ്ങുന്നു. ഇതിനെ എങ്ങനെയാണ് നമ്മൾ നോക്കി കാണേണ്ടി വരിക? ഈ ഒരു ഇത് പണ്ടുണ്ടായിരുന്ന ഈ ട്രെൻഡ് എന്ന് അറിയില്ല, അപ്പോൾ ഈ സമീപകാലത്താണ് എനിക്ക് തോന്നുന്നത് ഇത് കൂടുതൽ വ്യാപകമായിട്ടുണ്ട്. അത് കേരളത്തിൽ വന്നു തുടങ്ങി റീസെൻ്റ് ആയിട്ട്. പക്ഷേ ഇത് നോർത്ത് ഇന്ത്യയിലും ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലായിടത്തും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് നല്ല രീതിയിൽ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ഹെൽത്ത് സെക്ടറിൽ. അത് എന്തിനാന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഭാവിയിൽ വന്നുകൂടായില്ല. ഈ പറഞ്ഞ പോലെ കോസ്റ്റ് ഇൻക്രീസ് അതിന്റെ ഭാഗമായിട്ട് വന്നുകൂടായില്ല, വരണമല്ലോ. കാരണം ഇത് ആരെങ്കിലും ഒരാൾ പേ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ അൾട്ടിമേറ്റ്ലി എന്ത് പറ്റും? ഇൻഷുറൻസിലേക്ക് പോകേണ്ടി വരും. അപ്പം നമ്മൾ പറയും ഇൻഷുറൻസ് നല്ല കാര്യം. ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരില്ല. പക്ഷേ പ്രീമിയം ആര് കൊടുക്കും? പ്രീമിയം ആരെങ്കിലും കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്. ഒരു ഇൻഷുറൻസ് കമ്പനിയും ലാഭം കിട്ടാതെ എന്ത് നിൽക്കില്ലല്ലോ. അപ്പോൾ അവിടെയും പ്രോഫിറ്റ് തന്നെ, ആ കമ്പനിക്കും പ്രോഫിറ്റ് തന്നെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും ഈ ഒരു എല്ലാ കാര്യങ്ങളിലും പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പണ്ടത്തെ പോലെ ഒരു മാനവീയ ടച്ചൊന്നും ഇതിൽ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ഞാൻ പറയുന്നത് സൊസൈറ്റിക്ക് അതാണോ വേണ്ടതെന്നുള്ള സൊസൈറ്റി ആലോചിക്കണം. സൊസൈറ്റിക്ക് എന്താണ് വേണ്ടത്? ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു രാജ്യത്ത്, ഇത്രയും ആൾക്കാർ താമസിക്കുന്ന, ഇത്രയും പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്ത് ഇത്രയും കൂടുതൽ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ സാധ്യമാണോ? സാധ്യമല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന് നിലനിർത്തി കൊണ്ടുപോകേണ്ടത് എങ്ങനെ? ഈ സിസ്റ്റത്തിന് നിലനിർത്തി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ സഹിച്ചേ പറ്റുള്ളൂ. ചെറിയ സാധനങ്ങളൊക്കെ സഹിച്ചേ പറ്റുള്ളൂ. എല്ലാറ്റിനും ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇപ്പോഴത്തെ ഞാൻ എൻ്റെ കാര്യത്തിൽ നിന്ന് ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് പറയുന്നു എന്നുള്ള രീതിയിൽ എടുക്കേണ്ട ഇത്. പക്ഷെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഭാവിയിൽ സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സ് നമുക്ക് പിന്നെ ആ ഒരു സിസ്റ്റത്തിലേക്ക് പോകാമെന്ന് ഡോക്ടർമാരും പറഞ്ഞു തുടങ്ങും. കൂടുതൽ പൈസ കൊടുത്ത് നമുക്കും കൂടുതൽ പൈസ കിട്ടുന്ന സിസ്റ്റത്തിലേക്ക് നമുക്കും പോകാം. കുറച്ച് കൂടുതൽ സമയമെടുത്ത് നമുക്ക് രോഗികളെ പരിശോധിക്കാം. ബാക്കി എല്ലാ കാര്യങ്ങളിലും നമുക്കും കിട്ടുന്ന ഇൻകം കൂടുതലായിരിക്കും. പക്ഷെ ഇതാരാ കൊടുക്കുക? അൾട്ടിമേറ്റ്ലി ഇതാര് കൊടുക്കും? അല്ല, ഇതിൽ വേറൊരു അപകടം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഇപ്പോൾ നമ്മൾ ആരോഗ്യരംഗത്തിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു സംഗതി പ്രൊഫഷണലിസം വേണം. ഇപ്പോൾ നമ്മൾ പൊതുവേ നമ്മളുടെ ഒരു ധാരണ എന്താ വെച്ചാൽ, കൂടുതൽ പ്രൈവറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ, കൂടുതൽ പണം ഇറക്കിക്കഴിഞ്ഞാൽ പ്രൊഫഷണലിസം കൂടും എന്ന് പറയുന്നുണ്ടെങ്കിലും, പ്രത്യേകിച്ച് ഈ ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രധാന സംഗതി ഈ പേഴ്സണൽ ടച്ച് എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ ഈ പറഞ്ഞത് ഈ 3 മിനിറ്റ് ആണെങ്കിലും ആ 3 മിനിറ്റിൽ കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷവും കൂടി ഇല്ലെങ്കിൽ, ഈ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ എന്ന് പറയുന്ന ഇതിനെ എങ്ങനെയായിരിക്കും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് രാജേഷ്, അതിൽ അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും. നമ്മൾ 2 കാര്യങ്ങളും ഒരേ സമയം പറയാൻ പാടില്ല. ഒന്നുകിൽ ഈ അറ്റത്ത് അല്ലെങ്കിൽ ആ അറ്റത്ത് എന്നുള്ള, ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്തെ അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്നുള്ള രീതിയിൽ പോകും. നമ്മൾ നടുവിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം അനുഭവിക്കാൻ പറ്റും. ഈ അറ്റത്താണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ ബുദ്ധിമുട്ടായിരിക്കും, ആ അറ്റത്തും ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം രണ്ടും അല്ലാത്ത നടുവിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അല്ലേ? മുന്നേ ഉണ്ടായിരുന്ന, നമുക്ക് കുറച്ചു കാലം മുന്നേ ഉള്ള ഇപ്പോൾ എല്ലാവരും പറയും പഴയ ഡോക്ടർമാരൊക്കെ നല്ലതായിരുന്നു. വാസ്തവം അവർക്ക് കുറച്ചും കൂടി പേഷ്യൻസുമായിട്ട് കുറച്ചും കൂടി ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. കാരണം പേഷ്യൻസ് അവർക്ക് തിരിച്ച് റെസ്പെക്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഇന്നത്തെ രീതിയിൽ ഡോക്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഒരു റെസ്പെക്റ്റും സമൂഹം കൊടുക്കുന്നില്ല. മ്യൂച്വലി ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ള രീതിയിലുള്ള ഒരു സിസ്റ്റത്തിലൂടെ വേണം നമ്മൾ പോകാൻ. ആ സാധ്യത അടച്ചു കളയുന്ന ചില കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങളെ സ്വയം മനസ്സിലാക്കി തിരുത്താൻ സൊസൈറ്റി തയ്യാറാവണം. ഇപ്പോൾ ഇഫക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയെ തച്ച് തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ആശാസ്യമല്ല. അതേ സമയത്ത് ഡോക്ടർമാർ മോഡിഫൈ ചെയ്യേണ്ട അവരെ തന്നെ കുറച്ചും കൂടി നന്നായി മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യങ്ങളുണ്ട്. അതും വേണം. ഇതെല്ലാം കൂടി ചേർന്നാലേ നല്ലൊരു ആരോഗ്യ മേഖലയെ നമുക്ക് പടുത്തുയർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നടക്കും ഇൻഷുറൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഹൈ കോസ്റ്റഡ് ആയിട്ടുള്ള ഏത് ചെറിയ കാര്യത്തിനും ലിറ്റിഗേഷൻ പോസിബിളാന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരു ആരോഗ്യ മേഖല, അതായത് വെസ്റ്റേണൈസ്ഡ് ഇപ്പം നടക്കുന്ന
സിസ്റ്റം. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നടക്കുന്ന എല്ലാ ചെറിയ അസുഖങ്ങൾക്കും ആരെയും പോയി കാണിക്കാൻ പറ്റുന്ന ഏത് നിമിഷവും അവൈലബിൾ ആയിട്ട് ഒരു ആരോഗ്യ മേഖല, വളരെ ചീപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആരോഗ്യ മേഖല, വളരെ ഇഫക്റ്റീവായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ, ആരോഗ്യ മേഖലയിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഈവൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റം പോലും നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് അറ്റ് ആൻ അഫോർഡബിൾ കോസ്റ്റ്. ആ അഫോർഡബിലിറ്റി നമ്മൾ തല്ലി തകർക്കണോ എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ പ്രൈവറ്റൈസേഷൻ കൂടുതൽ പ്രൈവറ്റൈസേഷൻ ആണെങ്കിലും കൂടുതൽ കോർപ്പറേറ്റൈസേഷൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള പല മൾട്ടി നാഷണൽ കമ്പനീസും കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെ വന്ന് അവരുടെ ഫുട് ഹോൾഡ് ഇവിടെ സ്ഥാപിക്കുന്നു. സ്വാഭാവികമായിട്ടും അവർ കൊണ്ടുവന്ന് പമ്പ് ചെയ്യുന്ന ഡോളേഴ്സ് അവർക്ക് തിരിച്ചു കൊണ്ടുപോകണം. അതെ, സൊസൈറ്റിക്ക് ഇത് വ്യക്തമായിട്ട് അറിയാം ഈ കാര്യങ്ങൾ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യം. കാരണം എല്ലാവരും ഇപ്പം നമുക്ക് കേരളത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മിക്കവാറും എല്ലാ വീട്ടിൽ നിന്നും 1-2 ആൾക്കാരെങ്കിലും പുറത്തുണ്ടാവും. GCC-യിലാണെന്നുണ്ടെങ്കിൽ GCC കൺട്രീസിലാണെന്നുണ്ടെങ്കിലും വേറെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഉണ്ടാവും. അവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പലരും പറയാറുണ്ട്, ഗൾഫിൽ നിന്നുള്ള ആൾക്കാർ അവിടെ പോയിട്ട് ഒരു ECG എടുത്ത് വരുമ്പോഴേക്കും അവരുടെ പൈസ പോവും. ഒരു ഡോക്ടറെ കണ്ട് ഒരു ECG എടുത്ത് ഒരു എക്കോയും ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ നല്ലൊരു എമൗണ്ട് അവരുടെ പോകും. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുള്ള കാര്യമായിട്ടുള്ള ചെക്കിങ് വേണ്ടതുണ്ട്, ടെസ്റ്റ് വേണ്ടതുണ്ട്, ഒരു കാർഡിയാക് ഇവാലുവേഷൻ വേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി വേണ്ടതുണ്ട്, ബൈപ്പാസ് വേണ്ടതുണ്ട്, അവർ കഴിയുന്ന വേഗത്തിൽ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വരുവാണ്. ഈ സിസ്റ്റം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട സൊസൈറ്റിയുടെ അവകാശമായിട്ട് മാറുന്നുണ്ട്. ആ അവകാശം അവർ ഏറ്റെടുക്കും വേണം. ഇതിനെ തല്ലി തകർക്കാൻ നിൽക്കുന്നവർ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്. അപ്പം മീഡിയയ്ക്ക് ഒരു റോളുണ്ട്, മീഡിയയ്ക്ക് വലിയൊരു റോളുണ്ട്. നമുക്കൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിൽ ഒരു പ്രശ്നം ഡോക്ടർക്ക് പറ്റി നമുക്ക് തോന്നണമെന്ന് തന്നെ വിചാരിക്കാം. ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കാം. ഈ മരണം ഡോക്ടറുടെ അനാസ്ഥ കൊണ്ടാണെന്ന് നമ്മളെങ്ങനെ വിധി എഴുതുക? അത് വിധി എഴുതാൻ ആർക്കാ പറ്റുക? ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അതിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കല്ലേ അത് പറ്റുള്ളൂ. മറ്റേത് നമുക്ക് 1-2 ആൾക്കാർ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം അത് ആയിക്കോളുന്നില്ലല്ലോ, ശരിയായിട്ടുള്ളത് സത്യം അത് ആയിക്കോളുന്നില്ലല്ലോ. അപ്പോൾ ആ സത്യം കണ്ടുപിടിക്കുന്നവരെങ്കിലും വെയിറ്റ് ചെയ്യാനുള്ളൊരു കാര്യം നമ്മൾ കാണിക്കണ്ടേ? സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു ഓൺട്രപ്രണർ എന്നുള്ള നിലയ്ക്ക് എന്താണ് എക്സ്പീരിയൻസ്? എങ്ങനെയാണ് ഈ ഹോസ്പിറ്റലിലേക്ക് വന്നതും അത് തുടങ്ങിയത് എങ്ങനെയാണ്? ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കരുത്. അതായത് ഞാൻ ഒരിക്കലും ഒരു വ്യവസായി ആവണമെന്നോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങണമെന്നോ വിചാരിച്ച ഒരു വ്യക്തിയല്ല. ചില പ്രത്യേക സാഹചര്യം കൊണ്ട് അങ്ങനെയൊക്കെ വേണ്ടി വന്നു. പക്ഷേ ഇന്നലെ എനിക്ക് ദുഃഖമൊന്നുമില്ല. അന്നെടുത്ത് വളരെ കൃത്യമായിട്ട് തീരുമാനമായിരുന്നു. അന്ന് ഞാൻ എടുക്കാനുള്ള കാരണം, ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ആവശ്യകത എന്ന് എനിക്ക് തോന്നിയത്, ഞാൻ ഒരു കാർഡിയോളജിസ്റ്റായിട്ട് കുറേ കാലം വർക്ക് ചെയ്തു. എനിക്ക് സൊസൈറ്റി കുറേ കാര്യങ്ങൾ തന്നു. എനിക്ക് ജീവിക്കാനുള്ള പൈസ തന്നു. എനിക്ക് എൻ്റെ ഫാമിലി വളർത്തിക്കൊണ്ടുപോകാനുള്ള, നല്ല രീതിയിൽ അവരെ ടേക്ക് കെയർ ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണവും സൊസൈറ്റി ചെയ്തു തന്നു. ഞാൻ സൊസൈറ്റിക്ക് തിരിച്ചെന്ത് കൊടുത്തു. കുറേ പേര് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തു, ഒരു വാസ്തവം. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, എന്നാൽ കുറച്ച് ആൾക്കാരൊക്കെ ഒരു കുറച്ച് എംപ്ലോയീസിന്, കുറച്ച് ഫാമിലീസിന് മാസം കുറച്ച് പൈസ കൊടുക്കാം, വെറുതെ കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, വേറെ തൊഴിലവസരം ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യം കൂടി വിചാരിച്ചിട്ട് തന്നെയാണ് ഇത് തുടങ്ങിയത്. ഇന്നും ഞാൻ അതിൽ അത്യധികം എനിക്ക് മനസ്സിൽ സന്തോഷമുണ്ട്. ഇന്ന് അറ്റ്ലീസ്റ്റ് ഒരു 100 ആൾക്കാർക്ക് നമ്മളെ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ട് അവരുടെ കുടുംബപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നു. അതൊരു വലിയ കാര്യമാണ്. എനിക്ക് അങ്ങനെ സൊസൈറ്റിക്ക് കുറച്ച് കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാൻ പറ്റി. പിന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നോട് ഇന്ന് ആരും കൽപ്പിക്കാനില്ല. എനിക്ക് എൻ്റെ പേഷ്യൻസിന് എന്ത് വേണം എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്താൽ മതി. അതിൽ എത്ര വേണം. നമ്മളിപ്പോൾ ഒരു ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നു. 1 ലക്ഷം രൂപയ്ക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കൊടുക്കാം. അങ്ങനെ എത്രയോ പേർക്ക് ചെയ്തു കൊടുത്തു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. കുറേ പേർക്ക് മാസം കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റി. ഇപ്പോഴും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ നടത്തിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമല്ല. കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടില്ലേന്ന് ആലോചിച്ചിട്ട് നമ്മളത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ സ്പെസിഫിക് ആയിട്ട് ഹെൽത്ത് കെയർ സെക്ടറിൽ തുടങ്ങുന്നതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് കലുഷിതമായ അന്തരീക്ഷം. അതിപ്പോൾ എനിക്ക് മാത്രമുള്ള പ്രശ്നമല്ല, ത്രൂ ഔട്ട് എല്ലായിടത്തും. അതിൽ കുറേ കാര്യങ്ങളുള്ളത് എന്താ വെച്ചാൽ, നമുക്കൊരു മാനവികമായിട്ടുള്ള ടച്ചോട് കൂടിയിട്ട് ഒരാൾ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കിയത്.
കാരണം മാനവികതയ്ക്ക് ഒരു ഇത് കൊടുക്കുമ്പോൾ, സ്പേസ് കൊടുക്കുമ്പോൾ അവിടെ കുറച്ചും കൂടി ബുദ്ധിമുട്ട്. നേരെ മറിച്ച് നേരെ ഒരു കോർപ്പറേറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റല് ഒരാളും കയറി ഒന്നും പറയില്ല സാധാരണ രീതിയിൽ. നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷെ അതങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. കുറച്ചും കൂടി ജനകീയമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ജനകീയമായിട്ടുള്ള ആ ജനത്തിന്റെ ഒരു ഇമ്മീഡിയറ്റ് റിയാക്ഷൻ കൂടി നമ്മൾ റെഡിയാണ്, സഹിക്കാൻ റെഡിയാണ്. അങ്ങനെ ഉണ്ടെന്ന് പറയാം. അതല്ലാണ്ട് അതിൽ കൂടുതലൊന്നും ബുദ്ധിമുട്ടുകളില്ല നടത്തിക്കൊണ്ടുപോകുന്നതിന്. ഞാൻ അറിയുന്നിടത്തോളം, വ്യക്തിപരമായിട്ട് അറിയുന്നിടത്തോളം, ഒരല്പം സാഹിത്യം, കല, പ്രത്യേകിച്ച് സംഗീതം, ഇത്തരം കലയോടുള്ള ഒരു സ്നേഹവും പ്രത്യേകിച്ച് സംഗീതത്തിനോടുള്ള സ്നേഹവും ഒക്കെ ഇങ്ങനെയൊരു മാനവികമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കാൻ കാരണമായിട്ടുണ്ടോ? അതില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എപ്പോഴും ഒരു സംഗീതാസ്വാദകൻ അല്ലെങ്കിൽ ഏത് കലയിലുള്ള ഒരു ആസ്വാദകനായാലും ശരി, അല്ലെങ്കിൽ കലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കലാകാരനാണെങ്കിൽ ശരി, വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. ഒത്തിരി ബുദ്ധിമുട്ടാണ് അതൊക്കെ കേൾക്കാനും പറയാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണത്. നേരെ മറിച്ച് എനിക്ക് കേൾക്കാൻ താല്പര്യമുള്ള കാര്യം നല്ല പാട്ട് കേൾക്കുക, നല്ല കഥകൾ വായിക്കുക, അല്ലെങ്കിൽ നല്ല നോവൽ വായിക്കുക, അല്ലെങ്കിൽ നല്ല ലേഖനം വായിക്കുക. അത് ആർട്ടിന്റെ ഏത് ഫോം ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെയാണ് കൂടുതൽ താല്പര്യമുള്ള വിഷയങ്ങൾ. താല്പര്യമില്ലാത്ത വിഷയങ്ങൾ കുറച്ചും കൂടി കടുകട്ടിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വ്യവസായിക്ക് പറ്റിയ കാര്യമല്ല ഒരു കലാകാരൻ ഉണ്ടാവുക. ഹൃദയം എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് ഒരു കലാകാരനാണോ അതോ ഒരു വ്യവസായി അല്ല, ഒരു ബിസിനസ്സുകാരനല്ല, ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സുള്ള ഒരു മനുഷ്യൻ എന്ന് പറയാം. അല്ല, പണ്ട് നമ്മളുടെയൊക്കെ തലമുറയിൽ കുട്ടികൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ, ഒന്നെങ്കിൽ എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം എന്നുള്ളൊരു സങ്കല്പമുള്ളൊരു കാലത്തായിരുന്നു നമ്മളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു പ്രഷറിന്റെ മുകളിൽ ഇതിലേക്ക് വന്നതാണോ അതോ പണ്ട് മുതലേ ഈ ഒരു ഡോക്ടർ ആവണമെന്നും മനസ്സിലായിരുന്നു, അത്ര വലിയ ക്ലിയർ അല്ലെങ്കിലും എവിടേക്കോ ഇതാണ് എൻ്റെ ഭാവിയിൽ എനിക്ക് ചെയ്യാനുള്ളത് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നോ അതോ യാദൃശികമായിട്ട് വന്നു ചേർന്നതാണോ? യാദൃശികം എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അന്ന് നല്ല മാർക്ക് കിട്ടിയതുകൊണ്ട് SLC പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പോയി. സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് നല്ല മാർക്ക് കിട്ടിയതുകൊണ്ട് MBBS വേണ്ടി അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. അപ്ലൈ ചെയ്തു. അന്ന് എൻട്രൻസിൽ നല്ല മാർക്ക് കിട്ടിയതുകൊണ്ട് മെഡിസിൻ ജോയിൻ ചെയ്തു. പക്ഷേ ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാ കാര്യത്തിനും ആഗ്രഹങ്ങളുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മെഡിസിൻ എന്നുള്ളൊരു പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും അന്ന് ഉണ്ടായിട്ടില്ല. അച്ഛനാഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും എൻട്രൻസ് എഴുതി കിട്ടി. പിന്നെ അതിലേക്ക് അങ്ങ് പോയി. അതോടുകൂടി കല ജീവിതത്തിൽ നിന്ന് കുറേ കാലത്തേക്ക് അപ്രത്യക്ഷമായി. അതങ്ങനെയാണ്. MBBS എപ്പോഴും പറയുന്നത്, MBBS എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒറ്റ കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പഠിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം അത്രയും ബുദ്ധിമുട്ട ഒരു 5.5 years കോഴ്സാണ്, 5.5 വർഷത്തിൻ്റെ കോഴ്സാണത്. അവിടെ കലയ്ക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മെഡിസിൻ സ്പെഷ്യാലിറ്റി ചെയ്യാന്നുള്ളതാണ്. MD ചെയ്തു. MD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ന്യൂറോളജിസ്റ്റ് ആവണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അന്ന് എന്നെ പഠിപ്പിച്ച വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകന്മാരുണ്ടായതുകൊണ്ട്, കാർഡിയോളജി സൈഡിലുണ്ടായിരുന്നതുകൊണ്ട്, മറ്റില്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഇത് എന്നെ കുറച്ചും കൂടി കൂടുതൽ ആകർഷിച്ചു. അപ്പോൾ പിന്നെ കാർഡിയോളജി എടുക്കുക എന്നുള്ള തീരുമാനമായി.